ഇറാനെതിരെ മറ്റൊരു യുദ്ധം നടത്തുന്നതിൽ നിന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ തടയാൻ ഒരു നീക്കം നടത്തിയിരിക്കുകയാണ് അമേരിക്കൻ സെനറ്റ്. ഇറാനെതിരെ സൈനിക നടപടിയെടുക്കുന്നതിന് മുൻപ് യുഎസ് കോൺഗ്രസിന്റെ അംഗീകാരം തേടാൻ ട്രംപിനെ നിർബന്ധിതമാക്കുന്ന യുദ്ധാധികാര പ്രമേയമാണ് സെനറ്റ് പാസാക്കിയിരിക്കുന്നത്. പക്ഷേ ഇതുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഇതിന് ട്രംപിനെ നിയന്ത്രിക്കാനാകുമോ? വിശദമായി നോക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. യുഎസ് കോൺഗ്രസിന്റെ അനുമതി തേടി മാത്രമേ ഇറാനുമേൽ സൈനിക നടപടിക്ക് ഉത്തരവിടാൻ ട്രംപിന് സാധിക്കൂ എന്ന് വ്യവസ്ഥ ചെയ്യുന്നതാണ് സെനറ്റ് പാസാക്കിയ യുദ്ധാധികാര പ്രമേയം. ശരിക്കും അമേരിക്കൻ ഭരണഘടന പ്രകാരം പ്രസിഡന്റിനല്ല, കോൺഗ്രസിന് മാത്രമാണ് യുദ്ധം പ്രഖ്യാപിക്കാനുള്ള ഏക അധികാരം. ഇവിടെ ഉയരാൻ സാധ്യതയുള്ള ഒരു മറുചോദ്യം, എന്നിട്ടെങ്ങനെ കോൺഗ്രസിന്റെ അനുമതിയില്ലാതെ ട്രംപ് ഇറാനിൽ ആക്രമണം നടത്തി എന്നതാകും. അതിന് ട്രംപിനെ സഹായിച്ചത് 2003 കോൺഗ്രസ് തന്നെ അന്നത്തെ ഭരണകൂടത്തിന് നൽകിയൊരു അനുവാദമാണ്. 2001 9/11 ആക്രമണങ്ങളെ തുടർന്ന് ആഗോളതലത്തിൽ ഭീകരതയ്ക്കെതിരായ യുദ്ധമെന്ന പേരിൽ ആക്രമണം നടത്താൻ ഭരണകൂടത്തിന് വിശാലമായ അധികാരങ്ങൾ നൽകുന്ന ഒരു AUMF അഥവാ ഓതറൈസേഷൻ ഫോർ യൂസ് ഓഫ് മിലിറ്ററി ഫോഴ്സ് കോൺഗ്രസ് പാസാക്കിയിരുന്നു. 2003 ഇറാഖ് അധിനിവേശത്തിനെല്ലാം അന്നത്തെ ജോർജ് ബുഷ് ഭരണകൂടം ഉപയോഗിച്ചത് ഈ അധികാരമായിരുന്നു. പിന്നീട് വന്ന പ്രസിഡന്റുമാരൊക്കെ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ അധിനിവേശം നടത്താൻ 2003 AUMFന്റെ മറയായിരുന്നു പിടിച്ചത്. ശരിക്കും അമേരിക്കൻ ഭരണകൂടത്തിന് ലോകത്തെവിടെയും സൈനിക നടപടി നടത്താൻ അനുവദിക്കുന്ന ഒരു ബ്ലാങ്ക് ചെക്കായിരുന്നു ആ നിയമം. 2020 ഇറാൻ ജനറലായിരുന്ന ഖാസിം സുലൈമാനിയെ വധിക്കാനൊക്കെ ട്രംപ് ഉപയോഗിച്ചത് 2003 ആ അനുമതിയായിരുന്നു. അതിപ്പോഴും നിലനിൽക്കുന്നു എന്നതാണ് ഏറെ ശ്രദ്ധേയം. അതിനാൽ തന്നെ ഇപ്പോൾ സെനറ്റ് പാസാക്കിയ പ്രമേയം രാഷ്ട്രീയമായി പ്രസക്തമാകുമ്പോഴും ട്രംപിനെ നിലയ്ക്ക് നിർത്താൻ പര്യാപ്തമല്ല എന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. സൈനിക നടപടികൾക്ക് കോൺഗ്രസിന്റെ അനുമതി ആവശ്യമില്ലെന്ന് ട്രംപ് തന്നെ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളതും ഇതിനോട് ചേർത്ത് വയ്ക്കാവുന്നതാണ്. ഇറാൻ യുദ്ധം പ്രസിഡന്റിന്റെ അധികാര പരിധികളെക്കുറിച്ച് എന്തെങ്കിലും പഠിപ്പിച്ചോ എന്ന് കഴിഞ്ഞ ആഴ്ച ഒരു അഭിമുഖത്തിൽ ചോദിച്ചപ്പോൾ ട്രംപ് പറഞ്ഞ മറുപടി പരിധികളൊന്നുമില്ല എന്ന പാഠം പഠിച്ചു എന്നായിരുന്നു. പുതിയ പ്രമേയത്തിനും ട്രംപ് വഴങ്ങിയേക്കില്ലെന്ന സൂചനയാണ് ഇവിടെയെല്ലാം നിഴലിക്കുന്നത്. ഭരണഘടനാ വിദഗ്ധരുടെ അഭിപ്രായത്തിൽ അമേരിക്കൻ കോൺഗ്രസ് കൂടുതൽ ശക്തമായ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ട്രംപ് പ്രമേയം അവഗണിക്കാൻ സാധ്യതയുണ്ട്. യുദ്ധത്തിനുള്ള ധനസഹായം കോൺഗ്രസ് നിരസിക്കുക എന്നതാണ് ട്രംപിനെ വരച്ച വരയിൽ നിർത്താനുള്ള ഏക പോംവഴി. ട്രംപിന്റെ ഇറാൻ നയത്തിനെതിരായ ഏറ്റവും ശക്തമായ നീക്കങ്ങളിലൊന്നായി സെനറ്റിന്റെ പ്രമേയം അടയാളപ്പെടുത്തുന്നുണ്ടെങ്കിലും അത് യുദ്ധം അവസാനിപ്പിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ശരിക്കും ഇറാനെതിരായ യുദ്ധത്തിന് അമേരിക്കയിൽ ഒട്ടും ജനപിന്തുണയില്ല. വാർത്താ ഏജൻസിയായ റോയിറ്റേഴ്സും ഗവേഷണ സ്ഥാപനമായ ഇപ്സോസും ചേർന്ന ചൊവ്വാഴ്ച പുറത്തിറക്കിയ ഒരു സർവേയിൽ വെറും 24% പേർ മാത്രമേ യുദ്ധത്തെ അനുകൂലിക്കുന്നുള്ളൂ എന്ന് കണ്ടെത്തിയിരുന്നു. ആ പശ്ചാത്തലത്തിൽ കൂടിയാണ് സെനറ്റ് ഇങ്ങനെയൊരു പ്രമേയം പാസാക്കിയത്. പക്ഷേ പ്രതീകാത്മക പ്രമേയങ്ങൾക്കപ്പുറം US നയത്തിൽ മാറ്റം വരുത്താൻ ട്രംപിനെ നിർബന്ധിതമാക്കുന്ന സാമ്പത്തിക ഭരണഘടനാ അധികാരങ്ങൾ പ്രയോഗിക്കാൻ കോൺഗ്രസ് തയ്യാറാണോ എന്നതാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യം.